എന്താ റജബിന്റെ പ്രത്യേകത? ഈ മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. സറൈത മിൻ ഹറമി ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. അല്ലാഹുവിന്റെ ഹബീബിനെ രാത്രിയുടെ ഏതാനും ചില ഭാഗങ്ങൾക്കിടയിൽ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വാനലോകത്തേക്കും അല്ലാഹു നിശ്ചയിച്ചതായ അത്ഭുതങ്ങളിലേക്കും കൊണ്ടുപോയ ആ മഹാസംഭവം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് കൊണ്ടുപോയ കാര്യമാണ് ആയത്തിൽ പറയുന്നത്. ആ യാത്ര കഴിഞ്ഞു വന്നു, മിഅ്റാജ് കഴിഞ്ഞു വന്നു. റജബ് 27 രാവ് കഴിഞ്ഞ ദിവസമാണ്. റജബ് 27 പകലിലോ മറ്റോ ആണ് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ അനുയായികളോട് സംസാരിക്കുകയാണ്. കണ്ട അത്ഭുതങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയുകയാണ്, ദഖൽതുൽ ജന്നാ, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ ഹബീബിനല്ലാതെ മറ്റാർക്ക് കഴിയും? വീട്ടിൽ കടന്നു എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ സ്വർഗത്തിൽ കടന്നു. നമുക്ക് സ്വർഗത്തെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയോ? അള്ളാനോട് ചോദിക്കാൻ കഴിയും, തമ്പുരാനായ നാഥനോട് ആഗ്രഹത്തോടെ പറയാൻ കഴിയും. സ്വർഗത്തിൽ കടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. എന്നാൽ ഞാൻ സ്വർഗത്തിൽ കടന്നു, അത് ഒരേ ഒരാൾക്കേ പറയാൻ കഴിയുകയുള്ളൂ. തേരെ ഹിതം സേ ദുനിയാ ബനി ഹേ ആബാദ് ആലം തേരെ കറം സേ തൂനെ ജഹാൻ മേ महफिल सजाई तारीकियों में शम्मा जलाई. ഈ ലോകത്ത് വെളിച്ചം വെച്ചതങ്ങാണ്. ഈ ലോകത്ത് മനോഹരമായ നീലാകാശം മേലാപ്പായി വിരിഞ്ഞു നിൽക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ് നബിയേ. ഗുരുതു ന ഹോതാ തോ ദുനിയാ തി ഖാലി സാരെ നബി തേരെ ദർ കെ സവാലി ഷാഹേ മദീന. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകമേ പടക്കപ്പെടുമായിരുന്നില്ല എന്ന് പറയപ്പെട്ട, എന്ന് വാഴ്ത്തപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ സ്വർഗത്തിൽ കടന്നു. കടന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താ? ഞാൻ ആരെയാണ് കണ്ടത്? ഫഇദാ ഫീഹി റുമൈസാ, ഞാൻ അവിടെ റുമൈസയെ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരാണ് റുമൈസ എന്നും അവിടുന്ന് പറയുന്നു, ഇംറഅതു അബീ ത്വൽഹ, നമ്മുടെ അബൂ ത്വൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. സഹോദരിമാരെ, സ്വർഗമൊരിക്കലും പുരുഷന്മാരുടെ കുത്തകയല്ല. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് വലിയ പദവികളുണ്ട്. ഈ ദുനിയാവിൽ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്. പള്ളിയിൽ ജമാഅത്ത് നടത്തേണ്ടത് പുരുഷന്മാരാണ്, ജുമുഅയ്ക്ക് പോകേണ്ടത് പുരുഷന്മാരാണ്. മരിച്ചാൽ മയ്യിത്തിന്റെ സംസ്കരണം നിങ്ങൾ മരണപ്പെട്ടതാണെങ്കിലും ഞങ്ങളാണത് ചെയ്യേണ്ടത്. ഞങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളിൽ പെട്ടതാണ് ഈ നടക്കുന്നതെല്ലാം. എന്നാൽ സ്വർഗത്തിന്റെ അനുഭൂതികളുണ്ടല്ലോ, അവിടുത്തെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഉണ്ടല്ലോ, അത് ഞങ്ങളുടെയല്ല, ഞങ്ങളുടെ മാത്രമല്ല, അത് പുരുഷന്മാരുടേതു മാത്രമല്ല,
അത് സ്ത്രീകളുടേത് കൂടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോ ഫഇദാ ഫീഹി റുമൈസ, ഞാനവിടെ റുമൈസയെ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റുമൈസയെ മാത്രമല്ലല്ലോ, ഒരു പെണ്ണ് അല്ലാഹുവിനോട് എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് താ എന്ന് പറഞ്ഞത് ഖുർആനിലില്ലേ? ഹഫിളിങ്ങളെ നിങ്ങൾ ഓതാറില്ലേ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവ ക്രൂരനായിരുന്നു. അവൻ ആളുകളെ ശിക്ഷിച്ചിരുന്നത് അവരുടെ ശരീരത്തിൽ ആണിയടിച്ചിട്ടായിരുന്നു. അവനെ കുറിച്ച് ഖുർആൻ അത് പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബുസ് സഖറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ്, ആണികളുടെ ഉടമയായ ഫറോവയെ താങ്കളുടെ രക്ഷിതാവായ അല്ലാഹു എന്തു ചെയ്തുവെന്ന് അലം തറ നബിയെ അങ്ങ് കണ്ടില്ലയോ? ഒന്നും കാണാൻ കഴിയും. അവൻ എന്താണ് അല്ലാഹു ചെയ്തത്? അവന്റെ പണി ഇതായിരുന്നു: വസ്ത്രം ഉരിഞ്ഞു മാറ്റുക, ചെമ്പിന്റെ പലകയിൽ കിടത്തുക, കൈകളിൽ ആണിയടിക്കുക, കാലുകൾ ആണികൾ കൊണ്ട് ഉപദ്രാടുകൾ കൊണ്ട് കൈകളുടെ മേലിൽ അടിക്കുക, നെഞ്ചകത്താണി അടിക്കുക, രക്തം ചീപ്പിച്ചെറിച്ച് പിടഞ്ഞു പിടഞ്ഞ മനുഷ്യൻ മരിക്കുന്നത് കണ്ട് ഫറോവയും അവന്റെ അനുയായികളും കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ആനന്ദമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഇങ്ങനെ കിടത്തി, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണി ശരീരത്തിൽ കയറിയിട്ടതിന്റെ വേദന ഇങ്ങനെ ശരീരത്തിൽ വരുമ്പോ, പടച്ചോനെ അല്ലാഹുവേ, ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് നീ തരണമേ, പണിത് തരണമേ. മലക്കുകളെ പറഞ്ഞയച്ചു. അല്ലാഹ് പറഞ്ഞു, ആസിയ നിനക്ക് സ്വർഗത്തിൽ വീടൊക്കെയാണ്, എന്നാൽ പിന്നെ ഞാൻ എന്തിനിവിടെ കഴിയണം? പടച്ചവനെ, ഇനി നിന്റെ അടുക്കലേക്ക് എന്നെ വേഗത്തിൽ എത്തിക്കണേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ഫറോവയിൽ നിന്നും അക്രമികളായ അവന്റെ ആളുകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഈ ആസിയ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നായികയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വലാത്തുറക്കെ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം പെണ്ണുങ്ങളുടേതാണ്, പെണ്ണുങ്ങളുടേത് കൂടിയാണ്. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹക്ക് സ്വർഗ്ഗത്തിൽ എത്തുന്നതിന്റെ മുന്നേ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കിട്ടിയത് ഖുർആൻ പറയുന്നില്ലേ? അന്നാലകി ഹാദാ, മറിയമേ, ഈ മിഹ്റാബിൽ നീ കഴിഞ്ഞുകൂടുമ്പോ മസ്ജിദുൽ അഖ്സയിൽ നിനക്ക് വേണ്ടി തയ്യാറാക്കിയ റൂമിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയെ ഏകയായി അവിടെ പാർപ്പിക്കുമ്പോ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പ് അതാ കാണുന്നു ഫലങ്ങളും പഴങ്ങളും. ചോദിക്കുന്നു, ഇതെവിടെ നിന്നാണ് മറിയമേ? ഇതെനിക്ക് അല്ലാഹു അവന്റെ വകയായിട്ട് കൊണ്ടെത്തിച്ചു തന്നതാണ്. സ്വർഗീയ ഭക്ഷണം കിട്ടിയ ആളാണ് മറിയം ബീവി. എന്താ അവരുടെ പ്രത്യേകത? അവര് വകാനത് മിനൽ ഖാനിതീൻ, നല്ല തഖ്വയുള്ള വനിതയായിരുന്നു അവര്. അപ്പൊ റസൂലുള്ള പറഞ്ഞതിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ. ഞാൻ റുമൈസയെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ
ഈ കരുളായി യതീംഖാനയുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തുള്ള സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ റുമൈസയെ പോലെ കാണപ്പെടാൻ കൊതിയുണ്ട് എങ്കിൽ ആസിയാ ബീവിയോട് ചെന്ന് ഞാൻ കരുളായിലെ ഇന്ന ഭാഗത്തുള്ള സ്ത്രീയാണ് എന്നവർക്ക് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അവരിൽ നിന്ന് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താ റുമൈസ ബീവിയുടെ പ്രത്യേകത എന്താണ്? റുമൈസ ബീവി നല്ല കരുത്തയായ ഒരു ധീരവനിതയാണ്. ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തിയ സമയം ആളുകൾ നബിയെ കാണാൻ വേണ്ടി വരുന്നു. റസൂലുള്ളാഹിക്ക് സമ്മാനങ്ങൾ നൽകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹിക്ക് സമ്മാനങ്ങൾ നൽകുന്നു. മുഹമ്മദുർ റസൂലിന് ആ സമ്മാനങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചില ആളുകൾ കാരക്ക കൊടുക്കുന്നു, ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നു. നബിയെ ചില ആളുകൾ വീട്ടിലേക്ക് വിളിക്കുന്നു, ചില ആളുകൾ നബിയെ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നു. അതിനിടയിലാണ് ഉമ്മു സുലൈം എന്നറിയപ്പെടുന്ന റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരുന്നത്. അവരുടെ കയ്യിലൊരു സമ്മാനവുമുണ്ട്. എന്താണ് ആ സമ്മാനം? അത് മറ്റൊന്നുമല്ല, ആ സമ്മാനം സ്വന്തം മകനായ അനസ് ഇബ്നു മാലിക് എന്ന കുട്ടിയാണ്. മോനെ പിടിച്ചിട്ടാണ് സമ്മാനിക്കാൻ വേണ്ടി വരുന്നത്. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സമ്മാനമായി തരാൻ എന്റെ മകനായ ഈ അനസല്ലാതെ മറ്റൊരാളും എന്റെ കയ്യിലില്ല നബിയേ. 10 വയസ്സുള്ള കുട്ടിയെ അള്ളാഹുവിന്റെ റസൂലിന് അങ്ങ് സമ്മാനിച്ചു. ആ കുട്ടി മഹാഭാഗ്യവാനാണ്. ആ കുട്ടിയെ പോലെ സൗഭാഗ്യമുള്ളവരുണ്ടോ? നല്ല ബുദ്ധിമാനാണ് അനസ് ഇബ്നു മാലിക്. അതുകൊണ്ട് തന്നെ നബി എങ്ങനെയാണ് ചിരിക്കുന്നത്, നബിയുടെ കൈവെള്ളയുടെ മൃദുലത എങ്ങനെയാണ്, റസൂലുള്ളാഹി എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്, നബി എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്, അവിടുന്ന് എങ്ങനെയാണ് വുളൂ ചെയ്യുന്നത്, ഇതെല്ലാം വൃത്തിയായി പഠിച്ചെടുക്കാൻ 10ാമത്തെ വയസ്സ് മുതൽ 20ാമത്തെ വയസ്സ് വരെ അനസ് ഇബ്നു മാലിക് എന്ന ആ കുഞ്ഞിന് സാധ്യമായി. ആ കുട്ടി മഹാഭാഗ്യവാനായി. ലോകത്തൊരാൾക്കും ലഭ്യമാകാത്ത അനുഭൂതി. തേരെ ഖദമോ മേ ആനാ മേരാ കാം താ, മേരി ഖിസ്മത്ത് ജഗാനാ തേരാ കാം ഹേ. ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? അങ്ങയുടെ കാൽപാദത്തിൽ വരണം, ഞങ്ങൾക്കെല്ലാ ഭാഗ്യങ്ങളും കിട്ടണം. തെരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ്, ഗിർ രഹാ ഹൂ മുझे भी संभालो, अपने प्यारे नवासों का सदका, अपने प्यारे नवासों का सदका, या नबी मेरी झोली में डालो, तेरे कुर्बान प्यारे മുഹമ്മദ്. ജീവിതത്തിലുള്ള എല്ലാം നാം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ കഴിയാൻ 10 വയസ്സായ ഒരു പൊന്നുമോൻ അവസരമുണ്ടാവുകയാണ്. ആ മകനത് മുതലെടുത്തു. നിങ്ങൾ ഹദീസിന്റെ വശങ്ങൾ പരിശോധിച്ചു നോക്കിയേ. ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായ പരമ്പര ഈ അനസ് എന്ന പൊന്നുമോൻ നാഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, നാഫി എന്ന ആ പണ്ഡിതനായ താബിആയ പണ്ഡിതൻ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് കൈമാറിയ പരമ്പരയാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആരാണ്? മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ്. ഈ പരമ്പര പ്രബലമായ പരമ്പരയാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു ദിവസം ഈ ഉമ്മ നബിയെ കാണാൻ വേണ്ടി വന്നു. തന്റെ മകനുണ്ടല്ലോ ഹബീബിന്റെ കൂടെ. നബിയേ, എന്റെ മകനായ അനസിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ. മക്കൾക്ക് വേണ്ടി ദുആ പറയും. റസൂലുള്ള ദുആ ചെയ്തു, പടച്ചവനേ, ഈ അനസിന് നീ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ, ഈ അനസിന്റെ സന്താനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഈ അനസിന്റെ ആയുസ്സിൽ നീ ബറക്കത്ത് ചെയ്യണേ. നബിയുടെ കൂടെ കൂടിയതുകൊണ്ട് അനസിന് വലിയ ലാഭം. എന്താണ്?
ഹബീബായ റസൂലുള്ള വഫാത്തായിട്ട് 1 നൂറ്റാണ്ടിലേറെക്കാലം മനസ്സ് ജീവിച്ചു. അഥവാ 120ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത് എന്ന അഭിപ്രായമുണ്ട്. മദീനക്കാരായ ആളുകൾ മുഴുവൻ വർഷത്തിൽ 1 തവണ വിളവെടുക്കുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വർഷത്തിൽ 2 തവണ വിളവെടുക്കുമായിരുന്നു. വലിയ സമ്പന്നനായി മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് 100 കണക്കിന് ആളുകൾ. ഇതാര് മുഖേന കിട്ടിയതാണ്? ആരുടെ മോഹം മുഖേന കിട്ടിയതാണ്? ആരുടെ കൊതി മുഖേന കിട്ടിയതാണ്? നബിയേ, എന്റെ പുന്നാര മകനായ അനസിനെ ഞാനിതാ അങ്ങേക്ക് സമ്മാനമായി നൽകുന്നു. ഈ കരുളായിലെ യതീംഖാനയുടെ മുമ്പിലിരിക്കുന്ന എത്ര ഉമ്മമാർക്ക് ഈ മനസ്സുണ്ട്? എനിക്കുറപ്പാണ് നിങ്ങളിൽപ്പെട്ട എത്രയോ പേർക്ക് ഈ മനസ്സുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ കണ്ടില്ലേ? ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ 10ാമത്തെ വയസ്സില് നമ്മളുടെ ഉമ്മാക്ക് നമ്മോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, നമ്മളുടെ കൂടെയുള്ള കുട്ടികൾ മുഴുവൻ അവരുടെ കുടുംബത്തിൽ നിന്ന് സ്കൂളുകളിൽ പോയി ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരുപക്ഷേ ഉമ്മയുടെ തൊട്ടടുക്കല പായയിൽ കിടന്നുറങ്ങിയിട്ട് പ്രിയപ്പെട്ട ഉമ്മ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുത്തു അവരെയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ചിത്രശലഭങ്ങളെ പോലെ നാട്ടിൽ അവരിങ്ങനെ പാറി പാറി നടക്കുന്നതിനിടയിലാണ് ഈ മോനെ പിടിച്ച് 10ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയതുപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയത്. ഉമ്മമാര് ഉസ്താദുമാരോട് പോയിട്ട് പറയുന്ന വർത്തമാനം ഈ കുട്ടികളും ആ ഉസ്താദുമാരും പിന്നീട് ഓർക്കും. ഒന്നും എന്റെ മോനെ ആവശ്യമില്ല, ഇവനെ നല്ലൊരു ഉസ്താദാക്കിയാൽ മതി. ഉസ്താദേ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ പള്ളിയിലുള്ള ആ സൗകര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ എത്ര മക്കൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. അത് അല്ലാഹു ആ കുട്ടികൾക്കും ആ ഉമ്മമാർക്കും കൊടുക്കുന്ന ഒരു മനസ്സാണ്. നമ്മളിങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോയാൽ നമ്മൾ അവരെ പോയിട്ട് കളിയാക്കും. എന്തൊരു കഷ്ടാണ്, എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിൽ പറഞ്ഞേക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഉമ്മമാരുണ്ടല്ലോ, ഇരിക്കുന്ന മക്കളായ നിങ്ങളുടെ ഉമ്മമാരുണ്ടല്ലോ, ആ ഉമ്മമാർക്ക് ത്യാഗം സഹിക്കാൻ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് നിങ്ങളെ പോറ്റി വളർത്താൻ അവർക്ക് വലിയ കഴിവും അവർക്ക് വലിയ ക്ഷമയുമുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനേക്കാൾ എത്രയോ അനേകം ഇരട്ടി നാടുകളിൽ ഉമ്മമാരുടെ തണലുകളിലായി കഴിയുന്നുണ്ട്. ചില ഉമ്മമാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ഭർത്താവ് മരണപ്പെട്ടു പോയി, കുട്ടി യത്തീമാണെന്ന് ആ ഉമ്മ അങ്ങ് തിരിച്ചറിയും. ഞാൻ യത്തീംഖാനയിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കുന്നില്ല എന്ന് തീരുമാനിക്കും. ആ കുട്ടിയുടെ യത്തീംഖാന ആ ഉമ്മയുടെ തണൽ തന്നെയാവും. എന്നിട്ട് ആ ഉമ്മ പാടത്ത് അധ്വാനിക്കാൻ പോകും, ആ ഉമ്മ പറമ്പിൽ പണിയെടുക്കാൻ പോകും. നാട്ടില് കല്യാണങ്ങൾ ഉണ്ടാകുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടില് രാത്രി പണിക്ക് പോയി കല്യാണം കഴിഞ്ഞതിന്റെ ചെമ്പുകളെല്ലാം കഴുകി വെച്ചിട്ട് മുതലാളി കൊടുക്കുന്ന കല്യാണ വീട്ടുകാരൻ കൊടുക്കുന്ന ആ നാണയങ്ങളും ആ പണവും കയ്യിൽ പിടിച്ചിട്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മക്കളെ കാണാൻ വേണ്ടി വരും. സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് നല്ല ഭക്ഷണം ആ ഉമ്മമാര് വെച്ചു കൊടുക്കും. ചെറിയ സഹോദരിമാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ നാട്ടുകാർ പറയും, അവർക്ക് എന്താ വേറൊരു കല്യാണം കഴിച്ചാൽ, വേറൊരു കല്യാണം കഴിച്ചിട്ട് അവർക്ക് സുഖമായി കഴിഞ്ഞൂടെ? അവർ പറയില്ല, മക്കൾ വലുതാകട്ടെ എന്ന് പറയും. എന്നിട്ടോ ഹബീബായ നബിയുടെ ഒരു വാക്കാണ് അവർ ആലോചിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ തീരുമാനം എടുക്കണം എന്നല്ല, അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ ആ യതീമായ കുഞ്ഞിനെ പോറ്റി വളർത്താൻ വേണ്ടി ആ പെണ്ണ് ത്യാഗം സഹിച്ച് അവളുടെ മുഖം ചുവന്നാൽ, പണിക്ക് പോയാൽ നടത്തം, പണിക്ക് പോയിട്ട് ഇടങ്ങറായാൽ ഞാനും ആ പെണ്ണും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് 2 വിരലുകളും കൂട്ടിപ്പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ്, നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാർക്ക് കഴിയും. എന്നിട്ട് ഉമ്മമാര് മക്കളെ പറഞ്ഞയച്ചു, ഉസ്താദുമാരുടെ അടുക്കൽ കൊണ്ടുവന്നു.
യതീംഖാനയിൽ കൊണ്ടുവന്നു, നാണിഹാജിയുടെ അടുക്കൽ കൊണ്ടുവന്നു, ചെറിയ മക്കളെ ഇവിടെയുള്ള ഹിഫ്ള് കോളേജിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഒരു പക്ഷേ ആ കുട്ടികളുടെ വീട്ടിൽ പോയാൽ ആ കുട്ടിയുടെ അനുജനുണ്ട്, ആ കുഞ്ഞിന്റെ ജ്യേഷ്ഠനുണ്ട്, അവരൊക്കെ നാട്ടിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, നാട്ടിൽ സ്കൂളിൽ 10ൽ പഠിക്കുകയാണ്. ഈ മോനെ മാത്രം തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ, അതാണ് റുമൈസ ബീവിയുടെ മനസ്സുള്ള ഉമ്മ. വേദനിക്കും, കരയും, പൊട്ടി കരയും. കല്യാണത്തിന് പോയി നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ, മിഠായി കൊണ്ടുവരുമ്പോ ഉമ്മ, നമ്മളത് ബാക്കിയുള്ളവരൊക്കെ അത് കഴിക്കും, ഉമ്മ ഈ തൊലി പൊളിക്കുമ്പോ ഉമ്മയുടെ മനസ്സിലുണ്ടാവും, പടച്ചോനെ എടക്കരയിലെ ഹിഫ്ള് കോളേജ്, നമ്മളുടെ കരുളായിലെ ഹിഫ്ള് കോളേജിൽ പഠിക്കുന്ന മോനിപ്പം മിഠായി കിട്ടുന്നുണ്ടാവോ? അതാണ് ഞാൻ റുമൈസയെ സ്വർഗത്തിൽ കണ്ടു. പടച്ചോനെ ഞങ്ങളുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ആമീൻ പറയൂ, നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിരിക്കുന്ന ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, നമ്മളുടെ ഉമ്മമാർക്ക് അന്ന് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ ഉമ്മമാരൊക്കെ വലിയവരാണ്, സ്വർഗം കിട്ടാൻ തീർത്തും അർഹരായ ആളുകളാണ്. പക്ഷേ അതിനേക്കാളുള്ള ഒരു വ്യത്യസ്തതയുള്ള ഉമ്മമാരാണ് പണ്ഡിതന്മാരുടെ ഉമ്മമാർ, ഉസ്താദുമാരുടെ ഉമ്മമാർ.